back to our channel. ഇന്നത്തെ വീഡിയോ വിയറ്റ്നാം ഹോൾ വീഡിയോ ആണ് ട്ടോ. കഴിഞ്ഞ ദിവസം ഷോപ്പിംഗ് വ്ലോഗ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ആകാംക്ഷ ഉണ്ടാകും എന്തൊക്കെയായിരിക്കും മേടിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. കുറേയേറെ എനിക്ക് ഇനിയും സ്റ്റൈൽ ചെയ്യാൻ പറ്റും, കുറേ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഔട്ട്ഫിറ്റ്സ് ഒക്കെയാണ് ഞാൻ ഇപ്രാവശ്യം വിയറ്റ്നാമിൽ നിന്ന് മേടിച്ചത്. അതും എനിക്ക് തോന്നുന്നു ഭയങ്കര അഫോർഡബിൾ പ്രൈസിനൊന്നും അല്ല ഐറ്റംസ് കിട്ടിയത്. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യുണീക്ക് ആയിട്ടുള്ള ഇവിടെ കിട്ടൂലെന്ന് ഉറപ്പുള്ള സ്റ്റൈൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മേടിച്ചിട്ട് വന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫുൾ ത്രൂ ഔട്ട് വീഡിയോ കാണുക. എന്തെങ്കിലുമൊക്കെ സിമിലർ ലിങ്ക്സ് ഒക്കെ വേണമെങ്കിൽ ഞാൻ സിമിലർ ലിങ്ക്സ് ഇടാം. കാരണം എക്സാക്ട് സാധനങ്ങൾ എന്തായാലും കിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ചിലപ്പോൾ യുണീക്ലോ പോലത്തെ ബ്രാൻഡുകളുടെ മാത്രം ചിലപ്പോൾ നമുക്ക് എക്സാക്ട് സിമിലർ ഇവിടെ കിട്ടുമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാനായിട്ട് പറ്റും, അല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല. കാരണം അവിടുത്തെ ഒരു ചെറിയ സ്റ്റോറിയിൽ നിന്നാണ് ഞാൻ കൂടുതൽ സാധനങ്ങൾ മേടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഇന്നത്തെ വീഡിയോ. സോ ഗൈസ്, മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതൊക്കെ ചെയ്തേക്കാണ്. ഞാനിപ്പോൾ കൂടുതലായിട്ടൊന്നും എടുത്ത് പറയണ്ടല്ലോ, അതൊക്കെ ചെയ്തേക്കാം. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഫസ്റ്റ് ഐറ്റം ഞാൻ കാത്ത് മേടിച്ചൊരു ഐറ്റമാണ്. ഗൂച്ചിയുടെ ഒരു സൺഗ്ലാസ് ആണ് കേട്ടോ. ഇത് എനിക്ക് ഡോൺമോങ് എയർപോർട്ടിൽ നിന്ന്, അതായത് നമ്മുടെ ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന്, ആ സെയിം എയർപോർട്ടിൽ നിന്നാണ് ഞാൻ കോച്ചിൻ്റെ ബാഗ് മേടിച്ചത്. ആ സെയിം എയർപോർട്ടിൽ നിന്ന് അടുത്ത എൻ്റെ ലക്ഷറി പർച്ചേസാണ് ഈ ഒരു ഗൂച്ചിയുടെ സൺഗ്ലാസ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കേജിങ്ങിലാണ് വന്നേക്കുന്നത്. നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ, ഇതിൻ്റെ കളർ സെലക്ട് ചെയ്യാം ബോക്സിൻ്റെ. ഞാൻ ഈ ഒരു പേർപ്പിൾ ഷെയ്ഡ് ഓർഡർ ചെയ്ത. എംബ്രാൾഡ് ഗ്രീൻ ഉണ്ടായിരുന്നു, യെല്ലോ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടത്. നല്ല അടിപൊളി ഗൂച്ചിന്ന് പ്രിൻ്റ് ചെയ്തേക്കുന്ന ഒരു ഫാബ്രിക്, സാറ്റിൻ ഫാബ്രിക്കിലാണ് ഇതിൻ്റെ കവറിങ് വന്നേക്കുന്നത്. കൂടെ തന്നെ വെൽവെറ്റിൻ്റെ ആണ് ഈ ഒരു ബോക്സ് വന്നേക്കുന്നത്. നോക്ക്, പ്രീമിയം ഫീലായിട്ട് ഇത് തുറക്കാൻ നേരത്ത് തന്നെ കിട്ടണം. ഗൂച്ചിന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. കൂടെ തന്നെ ഇതാണ് നമ്മളുടെ സൺഗ്ലാസ്. ഭയങ്കര രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വെച്ച് കാണിച്ചു തരാമേ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര പ്രീമിയം ലുക്കാണ്. അതുപോലെ തന്നെ സൈഡിലാണെങ്കിലും ഗൂച്ചിയുടെ ഇങ്ങനെ ചെറിയൊരു ലോഗോ എംബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ അവിടെ നിന്ന് ഞാൻ മേടിച്ച, എയർപോർട്ടിൽ നിന്ന് മേടിച്ച ഐറ്റം. എന്നാൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പർച്ചേസ് ആയിരുന്നു കേട്ടോ. കൊള്ളാമോ പറയണേ. ഇത് ഞാൻ അവിടുത്തെ യുണീക്ലോ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് എടുത്തതാട്ടോ. നമ്മുടെ ഇവിടെ ഇപ്പം ഇല്ല, കേരളത്തിൽ ആണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ, ലുലുവിൽ ഉണ്ടായിരുന്നതാണ് ഈ ഒരു ബ്രാൻഡ്. ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഞാൻ കണ്ടിട്ടില്ല, ബാക്കി എല്ലായിടത്തും എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു ഐറ്റം ഉടുപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ലിനൻ പോലത്തെ ഒരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഉടുപ്പാണ്. ഇതിൻ്റെ ഫിറ്റിംഗ് ആണ് മക്കളെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അടിപൊളി ഫിറ്റിംഗ് ആണ്. കൈൻ്റെ ഭാഗമാണെങ്കിലും അതുപോലെ തന്നെ ഷേപ്പിൻ്റെ ഭാഗമൊക്കെ ആണെങ്കിലും പെർഫെക്റ്റ് ഫിറ്റിലാണ് ഈ ഉടുപ്പിരിക്കണത്. അതും കളറാണെങ്കിലും നല്ലൊരു ക്യാമൽ ആ ഒരു ഷെയ്ഡായിട്ട് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ പാനൽസൊക്കെ പോലെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ബോഡിയുടെ ആ ഒരു ഫിറ്റിങ്ങിന് കിടക്കുകയും ചെയ്യും. ഇത് എം സൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. പിന്നെ ഇതിൻ്റെ ഒരു അടിപൊളി ഫീച്ചർ എന്താണെന്ന് ഞാൻ പറയട്ടെ, പോക്കറ്റ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ, എനിക്ക് പോക്കറ്റ്സ് ഉള്ള ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനും പോക്കറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലാസി ആയിട്ടുള്ള ഡ്രസ്സാണ്. നമുക്ക് ബൂട്ട്സിൻ്റെ കൂടെ ഇടാം. പല ടൈപ്പ് നമുക്കിത് മാറ്റി മറിച്ചും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു പീസാണ് കേട്ടോ. യുണീക്ലോന്ന് മേടിച്ചിട്ടുള്ള അടുത്ത പീസാണ് ഈ ഒരു ഡെനിം സ്കേർട്ട് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ ജീൻസ് ആണെന്ന് തോന്നുമെങ്കിലും ജീൻസ് അല്ല ഗൈസ്, സ്കേർട്ടാണ്. കണ്ടോ, നല്ലതാണ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ഇങ്ങനത്തെ ഡെനിം സ്കേർട്ട്സ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഷർട്ട് ഇട്ട് സ്റ്റൈൽ ചെയ്യാം, ടീഷർട്ട് ഇട്ട് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കുറേയേറെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയൊരു പീസാണ്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി പോണ ഒരു സ്ലിറ്റ് പാറ്റേൺ ആണ് കേട്ടോ. പക്ഷെ ഓവർ നമുക്ക് വൃത്തികേടുമായിട്ട് തോന്നില്ല. നമുക്കൊരു നടക്കാൻ വേണ്ടിയുള്ള ആ ഒരു സ്പേസിന് വേണ്ടി മാത്രമാണ് ഇത് ഇട്ടേക്കുന്നത്. നടക്കാനുള്ള ഒരു ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടിയാണ് ഒരു വെട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ എഡ്ജൊക്കെ ആണെങ്കിലും അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ലുക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര റോ എഡ്ജി ലുക്കൊക്കെ നമുക്ക് തരും കേട്ടോ ഔട്ട്ഫിറ്റിന്. പിന്നെ ബാക്കിൽ 2 പോക്കറ്റ്സ് വരുന്നുണ്ട്. നല്ല അത്യാവശ്യം എന്താണ് കറക്റ്റ് എൻ്റെ ബോഡി മെഷർമെൻറ്റിനുമായിട്ട് ഇത് കിടക്കുന്നത്. നല്ലതാണ് ഈ ഒരു ഐറ്റം. ഇതിൻ്റെ റേറ്റ് കൊടുത്തേക്കുന്നത് 7,99,000 VND ആണ് കൊടുത്തേക്കുന്നത്. വിയറ്റ്നാമീസ് ഡോങ് ആണ്. നിങ്ങൾ കൺവേർട്ട് ചെയ്തെടുത്ത് എത്രയെന്ന് വെച്ചാൽ എനിക്കൊരു 2,000 രൂപ അടുത്ത് വരും ഈ ഐറ്റത്തിന്. പക്ഷേ മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. ഞാനും അമ്മവും കൂടി ഒരു സ്ട്രീറ്റ് അന്വേഷിച്ച് പോയിട്ടോ വിയറ്റ്നാമിൽ. ഞങ്ങൾ ഫസ്റ്റ് ഡേ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു റിക്ഷ സഫാരി ഉണ്ടായിരുന്നു. അവിടെ അടിപൊളി ഒരു സ്ട്രീറ്റ് ആയിരുന്നു അത്. ആ സ്ട്രീറ്റ് ഞങ്ങൾ അന്വേഷിച്ച് പോയിട്ട് ഞങ്ങൾ വേറൊരു സ്ട്രീറ്റിൽ കൂടിയാണ് കറങ്ങി വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു ഷോപ്പിൽ കണ്ടപ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു അമേരിക്കൻ ഈഗിളിൻ്റെ ഈ ഒരു ടീഷർട്ട് കേട്ടോ. എൻ്റെ പൊന്നെ, എന്ത്
കിഡിലും ഫിറ്റ്, കിഡിലും മെറ്റീരിയൽ. അതുപോലെ തന്നെ ഞാൻ കുറേ നാളായി ഷോർട്ട് സ്ലീവിൻ്റെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട്. ഇത് ഷോർട്ട് സ്ലീവ് ആണെന്നാൽ തന്നെ ഇതിൻ്റെ നെക്കിൻ്റെ ഒരു ഭംഗി കൊണ്ടിട്ടില്ലേ, ഫുൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ ആ ഡെനിം സ്കേർട്ടിൻ്റെ കൂടെയോ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടി. പ്ലെയിൻ ആണെങ്കിൽ കൂടി ഇതിനെന്തോ ഒരു ഫെമിനിൻ ടച്ചുള്ളൊരു ടീഷർട്ടാണ് കേട്ടോ. ബ്ലാക്ക് ഉണ്ട്. ഇതൊരു 400 റുപ്പീസാണ് എനിക്ക് അവിടെ ആയത്. അതുകൊണ്ട് 400 800 ആണെന്ന് തോന്നുന്നു കേട്ടോ. 2 എണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതൊരെണ്ണം ബ്ലാക്കാണ്, ഇങ്ങനെ കഴുത്തിൽ കൂടി നല്ല ലേസ് വർക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ തന്നെ വൈറ്റും ഞാൻ എടുത്തു കേട്ടോ. ഗ്രേയും കൂടി ഉണ്ടായിരുന്നു അവിടെ, പക്ഷേ ഗ്രേ അങ്ങനെ ഞാൻ യൂസ് ചെയ്യണ ആളല്ല. അതുകൊണ്ട് ഒരു വൈറ്റും ഒരു ബ്ലാക്കും എടുത്ത ഞാൻ ടീഷർട്ട്. പക്ഷെ ഇതെന്തൊരു ഭയങ്കര ലൈറ്റാണ് ഫാബ്രിക്. അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക, ചൂടത്തൊക്കെ ഇടാൻ നല്ലതാണ്. കൂടെ തന്നെ അതിൻ്റെ ഒരു ഫാബ്രിക് ക്വാളിറ്റിയും സ്റ്റൈലും ആട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഷോപ്പിംഗ് വ്ളോഗ് കണ്ടപ്പോഴും നിങ്ങൾ കണ്ട ഷോപ്പായിരിക്കും ഫാഷൻ ആക്സസറീസ് എന്നും പറഞ്ഞിട്ട്. കിഡിലെ ഷോപ്പാണ്. എനിക്കിപ്പോൾ വീണ്ടും പോയിട്ട് തിരിച്ചു പോയി എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റി എനിക്കും കൊള്ളാൻ തോന്നുന്ന ഷോപ്പാണ്. കാരണം അത്രയ്ക്ക് രസമാണ്. അഫോർഡബിൾ ആണെന്ന് വെച്ചാൽ അത്രയ്ക്ക് അഫോർഡബിൾ ഒന്നും അല്ല കേട്ടോ. 2000 റുപ്പീസൊക്കെ സാധനങ്ങൾക്കുണ്ട്. പക്ഷെ എന്നാൽ കൂടി എൻ്റെ പോലെ ഇത്രയ്ക്കും ഭംഗിയുള്ള ഫിറ്റിംഗ് ഉള്ള, ഇത്രയും സ്പോർട്ടി ആയിട്ടുള്ള, എന്നാൽ തന്നെ ഭയങ്കര ഫാഷനബിൾ ആയിട്ടുള്ള ഒരു കൊറിയൻ ടച്ചൊക്കെയുള്ള ഐറ്റംസ് കിട്ടണ ഒരു സ്റ്റോറായിരുന്നു അത്. അവിടെ നിന്ന് എടുത്തതാണ് ഈ ഒരു ടോപ്പ്. ഇത് പക്ഷെ 400 രൂപയായുള്ളൂ കേട്ടോ ഇതിൻ്റെ ഈ ഒരു ക്രോപ്പ് ടോപ്പിന് വന്നിട്ട്. അത് ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് അറിയാമോ, ഇതിൻ്റെ ഉള്ളിൽ പാഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ വേറെ ഇന്നർ വെയറോ കാര്യങ്ങളോ ഇടേണ്ട ആവശ്യമില്ല. ഇത് മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പൊക്കത്തേക്ക് ജാക്കറ്റൊക്കെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഡിലൈറ്റഡ് എന്നും പറഞ്ഞിട്ട് ഒരു പ്രിൻറ്റും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ് ആണെങ്കിലില്ലേ ഈ എഡ്ജിൽ കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ബമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ഫ്ലോ ഒക്കെ മറച്ചിട്ട് നല്ല അടിപൊളി ഫിറ്റിങ്ങിലാണ് ഇത് ഇടുന്നത്. ഇവൻ സ്ലീവ്ലെസ് ഇടാത്ത ഞാൻ വേണമെങ്കിൽ ഇത് മാത്രം ഇടും, കാരണം അത്രയ്ക്ക് നല്ല ഫിറ്റിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പാട്ടോ. ആ ഒരു സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള, ആ സെയിം സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണിത്. ഇത് കോഡ്രോയ് മെറ്റീരിയൽ ആട്ടോ. ഈ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ എനിക്ക് വിൻറ്റേജ് ഒരു ഫീലാണ് കിട്ടുന്നത്. കാരണം ഞങ്ങളൊക്കെ ചെറുപ്പത്തിലിട്ടിരുന്ന കൂടുതൽ ഔട്ട്ഫിറ്റുകളും ഈ മെറ്റീരിയലിൻ്റെയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു ഫോട്ടോയിൽ ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലിൻ്റെ റോംബർ ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു മെറ്റീരിയലിൽ നല്ല മിലിറ്ററി ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള, മിലിറ്ററി ഗ്രീൻ ആണോ ഒലീവ് ഗ്രീൻ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഷർട്ടാണ് കോഡ്രോയ് ഷർട്ട്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാമോ, നമുക്കിത് ഈ ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജാക്കറ്റായിട്ടും വേണമെങ്കിൽ ഇടാം. എന്തൊരു ഭംഗിയാന്ന് പറയുക കാണാൻ വേണ്ടി. ഒരു ബ്ലാക്ക് ബൂട്ട്സോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്നീക്കേഴ്സ്, ബ്ലാക്ക് സ്നീക്കേഴ്സോ ഇട്ടിട്ടൊരു ബ്ലാക്ക് ക്യാപ്പും കൂടി വെക്കണമെങ്കിൽ ഒരു കിഡിലൻ ഔട്ട്ഫിറ്റാണ് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. അതുപോലെ ഇതിൻ്റെ കളറ് ഭയങ്കര അടിപൊളിയായി. പിന്നെ ഷർട്ട് ഡ്രസ്സ് എടുക്കാൻ നേരത്തെ എപ്പോഴും നിങ്ങളില്ലേ ബാക്കിൽ ഈ ഒരു ഞൊറി പോലത്തെ ഐറ്റം ഉണ്ടെങ്കിൽ കൊള്ളാം, കാരണം ഒരു നല്ല ഭംഗി ഉണ്ടാവും ബാക്കിൽ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനും പോക്കറ്റ്സ് ഉണ്ട്. ഇത്രയുമൊക്കെ ഒരു ഫീച്ചറുള്ള ഒരു ഷർട്ട് ഞാൻ എങ്ങനെ എടുക്കാണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് പൊക്കിയത്. ഭയങ്കര രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് പല ടൈപ്പ് ഇത് സ്റ്റൈൽ ചെയ്യാം. നെക്സ്റ്റ് സെയിം ഷോപ്പിൽ നിന്ന് എടുത്ത ഒരു ജാക്കറ്റ് ആണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഈ സാധനം ഇവിടെ നിന്ന് മേടിക്കണമെങ്കിൽ എങ്ങനെയും ഒരു 5000-6000 രൂപ കൊടുക്കണം. കാരണം അത്രയ്ക്ക് കട്ടിയുള്ള മെറ്റീരിയലാണ്. കൂടെ തന്നെ ഭയങ്കര സ്റ്റൈലാണ്, ട്രെൻഡിയാണ്. ഞാൻ ഈ സെയിം സാധനം എടുത്തിട്ട് അമ്മും സെയിം കളർ സെയിം പാറ്റേൺ ഒരു സാധനം എടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് പിന്നെ കുഞ്ഞു സൈസ് മതി. എനിക്ക് പിന്നെ അത്യാവശ്യം ഓവർ സൈസ്ഡ് ആയിട്ടുള്ള എടുത്തത്. പിന്നെ ഇതൊക്കെ ഫ്രീ സൈസ് ആട്ടോ. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും എയർപോർട്ടിൽ ഞാനിത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വന്നത്. ഞാൻ ചെയ്ത ഏറ്റവും നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഞങ്ങൾക്ക് അവിടെ 12 മണിക്കൂർ ലേ ഓവർ ആയിരുന്നു. ഞാൻ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കിടന്നുറങ്ങുകയൊക്കെ ചെയ്തു. ഭയങ്കര സുഖമായിരുന്നു. പിന്നെ ഫ്ലൈറ്റിലാണെങ്കിലും തണുക്കൊന്നുമില്ല ഇതിട്ടിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴും ഇത്തിരി തണുപ്പ് വരുന്നുള്ള തിയേറ്ററിലൊക്കെ പോകുമ്പോഴൊക്കെ നല്ലതായിട്ട് ഈ ഒരു ജാക്കറ്റ്. ഇത് ഒരു ക്ലാസ്സിൽ ലുക്കാന്നറിയാമോ. ഈ ഒരു ഒറ്റ പീസ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ഔട്ട്ഫിറ്റ് എലിവേറ്റ് ആവും എന്നുള്ളത് അത്രയ്ക്ക് കിട്ടുള്ള പീസ് ചെയ്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ട്. ഈ ഒരു ഹോളിലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പീസാണിത്. പിന്നെ ഇതിൻ്റെ കൈയൊക്കെ ആണെങ്കിൽ നമ്മുടെ പാരച്യൂട്ട് പാൻറ്റിൻ്റെ പോലത്തെ കൈയൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ഫ്രില്ലും ഒക്കെയാണ് ഇതിന് വന്നേക്കുന്നത്. കളറും അടിപൊളിയാണ്. കുറേ വ്യത്യസ്തമായിട്ടുള്ള ഉടുപ്പിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം, ജാക്കറ്റിൻ്റെയും ജീൻസിൻ്റെയും ക്രോപ്പ് ടോപ്പിൻ്റെയും കൂടെ സ്റ്റൈൽ ചെയ്യാം. അതുപോലെ സ്കേർട്ടിൻ്റെ കൂടെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. അങ്ങനെ പല ടൈപ്പ് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയൊരു ജാക്കറ്റ്. ഈ ഒരു ക്യാപ്പ് NY എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അല്ല എന്നതാണ് ഏറ്റവും അടിപൊളി. അതിൻ്റെ ഒരു ഡ്യൂപ്പാന്ന് തോന്നണം കേട്ടോ. ഈ ബ്രാൻഡിൻ്റെ എംബ്രോയിഡറി ഒക്കെ വരുന്ന ടൈപ്പ് ക്യാപ്സ് ഉണ്ട്, ഭയങ്കര പോപ്പുലറാണ്. പക്ഷേ ഇത് ഞാൻ അവിടെ സെയിം സ്റ്റോറിൽ കണ്ടപ്പോഴത്തേക്കും എനിക്ക് കളർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ് കേട്ടോ.
പക്ഷേ ഇത് നല്ലതാണ്, ബ്ലാക്ക് ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ വെക്കാൻ വേണ്ടി നല്ലതാണ്. ഞാൻ തിരിച്ചിങ്ങോട്ട് പോകുന്നപ്പോൾ എൻ്റെ എയർപോർട്ട് ലുക്ക് ഞാൻ കാണിച്ചിട്ട് ഏതാണ് ഔട്ട്ഫിറ്റ് എന്നുള്ളത്. അതിൻ്റെ കൂടെ ഞാൻ വെച്ചിരുന്ന ക്യാപ്പാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ആയതുകൊണ്ടിട്ടാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ത്രൂ ഔട്ട് വീഡിയോയിൽ നിങ്ങൾ ബ്യൂട്ടിഫുൾ 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 എന്ന് കേൾക്കുന്നുണ്ടാവും. കുഴപ്പമില്ല, കാരണം ഞാനത് പറയുന്നതാണ്. കുറേ പ്രാവശ്യം റിപ്പീറ്റ് എനിക്ക് ആ വേർഡ് വായിൽ പറഞ്ഞാൽ എന്ത് ചെയ്യാനല്ലേ. പക്ഷെ നല്ലൊരു ഷെയ്ഡല്ലേ ഇത്, നല്ല രസമാട്ടോ കാണാൻ വേണ്ടി. ഒരു സ്പോട്ടി ലുക്കുള്ള ഒരു ക്യാപ്പാണ്, ഇതാണ് ഞാൻ മേടിച്ചത്. നെക്സ്റ്റ് ഒരു ടീഷർട്ട് ഡ്രസ്സാണ് കേട്ടോ. എനിക്കറിയില്ല കേട്ടോ എന്തൊരു ഭംഗിയുള്ള ഐറ്റംസ് ആണെന്നറിയാം അവിടെ കാണുന്നതൊക്കെ. ഞാൻ ആ സെയിം സ്റ്റോറിയിൽ നിന്ന് തന്നെ എടുത്തതാണ്. ബ്ലാക്ക് ആണ് ഷെയ്ഡ് വന്നേക്കുന്നത്. സാധാരണ ആ സെയിം ഷെയ്ഡിൽ ഇപ്പോൾ ജാക്കറ്റിൻ്റെ ഷെയ്ഡ് അതിൻ്റെ ഉടുപ്പ് ഞാൻ ആദ്യം കണ്ടു കേട്ടോ. പക്ഷെ എനിക്ക് ബ്ലാക്ക് വേണം എന്ന് ഞാൻ ഒന്നും കൂടി തിരഞ്ഞപ്പോൾ എനിക്ക് ബ്ലാക്ക് ഷെയ്ഡ് കിട്ടി. എന്തോ ഭാഗ്യം. അതും ഇതിൻ്റെ ഈ ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ടക്കായതുകൊണ്ടില്ലേ ഭയങ്കര ഷേപ്പിലിരിക്കും. എന്നാൽ തന്നെ ഭയങ്കര ക്ലാസി ലുക്കാട്ടോ. ഭയങ്കര രസമാണ് ഇത് കാണാൻ വേണ്ടി. പിന്നെ ഒരു ഫോൾട്ട് എന്ന് പറയാനില്ലേ, കണ്ടമാന പൊടി എല്ലാം കയറി പിടിക്കും എന്നുള്ളതാണ് ഒരു പ്രശ്നം പറയാനുള്ളത്. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം കേട്ടോ. ലിൻഡ് റോളർ യൂസ് ചെയ്ത് കളയാനായിട്ട് പറ്റുമെന്ന് എനിക്കറിയാം. അത് മേടിക്കണം ഒരെണ്ണം എന്തായാലും. അതിന് മുന്നേ എനിക്കൊന്ന് നല്ല അടിപൊളിയായിട്ട് ഒന്ന് വാഷ് ചെയ്യാനുണ്ട്. ഇത് എയർപോർട്ടിൽ ഞാൻ വന്നപ്പോൾ തിരിച്ചിട്ടിട്ട് വന്ന ഡ്രസ്സാണിത്. പിന്നെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ സ്ലീവ് ആണെങ്കിലും ഫുൾ സ്ലീവ് ആണ്. ഇത്തിരി കയറ്റിയൊക്കെ വെച്ചിട്ട് ആ ഒരു ക്യാപ്പൊക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര അടിപൊളി ഔട്ട്ഫിറ്റ് ആട്ടോ. ഇത് ഫുൾ ലെങ്ത് ആണ്, ഫുൾ ലെങ്ത് അല്ല, ഒരു മിഡി ലെങ്ത്താണ് വരുന്ന. ഫുൾ സ്ലീവ് ആണ്. നെക്കൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ റൗണ്ടഡ് നെക്കാണ് വരുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഏകദേശം ഭയങ്കര ചൂടത്തൊന്നും ഇടാൻ പറ്റില്ല. കുറച്ചും കൂടി ഒന്ന് ചൂടൊക്കെ മാറി ഒരു മഴക്കാലത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു തണുപ്പിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്തിലൊക്കെ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് ഇടാൻ വേണ്ടി നല്ലതായിട്ട്. ഇവൻ മൂവിക്കൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് നല്ലതാണ്, ട്രാവൽ ചെയ്യുമ്പോൾ ഇടാൻ നല്ലതാണ്. അങ്ങനത്തെ ഒരു ഡ്രസ്സാട്ടോ ഇത്. എന്തൊരു രസമാണെന്ന് പറയുക കാണാൻ വേണ്ടിയിട്ട്. നമുക്കിത് സ്നീക്കേഴ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം, ബൂട്ട്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം. ഇവൻ ഞാൻ മേടിച്ച ജാക്കറ്റ് ഇട്ട് സ്റ്റൈൽ ചെയ്യാം. അങ്ങനെ പല ടൈപ്പ് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു പീസായത്. നെക്സ്റ്റ് നമ്മളുടെ ഇവിടുത്തെ മാക്സ് സ്റ്റോറൊക്കെ ഇല്ലേ, അതുപോലെ അവിടെ ഉണ്ട് ഒരു സ്റ്റോർ. എനിക്ക് പേര് കറക്റ്റ് എന്താണെന്ന് കിട്ടുന്നില്ല കേട്ടോ ആ സ്റ്റോറിൻ്റെ. ആ സ്റ്റോറിൽ നിന്ന് എടുത്ത ഐറ്റംസ് ആണ്. കുറച്ച് റേറ്റ് കുറവിനെടുത്തതാട്ടോ ഈ ഐറ്റംസ്. ഇത് ഒരു എന്താ പറയുക, ട്രാവലിംഗ് സെറ്റാണ് ഇത്. ഞാൻ ഇങ്ങനത്തെ കാണുമ്പോൾ മേടിച്ചു വയ്ക്കും. കാരണം ഇനി അടുത്ത ട്രാവലിന് യൂസ്ഫുൾ ആകുമല്ലോ എന്നും കരുതിയിട്ട് ഞാൻ എപ്പോഴും മേടിച്ചു വയ്ക്കും. പിന്നെ നമുക്കാണെങ്കിൽ ഇപ്പോൾ ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആണിത്. M2 എന്നാട്ടോ സ്റ്റോറിൻ്റെ പേര്. വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ടാഗിൽ എഴുതി വെച്ചിട്ടുണ്ട്. M2 എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വന്നിട്ട് ടോപ്പാണ്, സ്വെറ്റ് ഷർട്ടാണ് കേട്ടോ. നല്ല കട്ട് ചെയ്യേണ്ട, ഉള്ളിലാണെങ്കിലും ഇങ്ങനെ തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫ്ലീസും ഉണ്ട്. അപ്പോൾ ഇതാണ് ടോപ്പ് വന്നേക്കുന്നത്. ന്യൂയോർക്ക് 26 എന്ന് പറഞ്ഞിട്ടൊരു പ്രിൻ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ ജോഗർ പാൻസ് ആണ് വന്നേക്കുന്നത്. നമുക്ക് ജോഗേഴ്സ് മാത്രം വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. ഇതാണെങ്കിലും ആ സെയിം ആ ഒരു ന്യൂയോർക്ക് 26 എന്നുള്ള പ്രിൻ്റ് ഇതിൻ്റെ ആ ഒരു തൈ ഭാഗത്തായിട്ടും വരുന്നുണ്ട് കേട്ടോ. പിന്നെ താഴത്ത് തന്നെ ഇതുപോലെ ഡ്രോ സ്ട്രിങ് ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ ജോഗർ സ്റ്റൈലാക്കാം, അല്ല പാൻറ്റ് പോലെ ഇടാം, അങ്ങനെയൊക്കെ ഇടാൻ നല്ലതാണ്. നല്ലൊരു സെറ്റാണിത്. ഇതെനിക്ക് ഏകദേശം ഒരു 1100 രൂപയ്ക്കൊക്കെ കിട്ടിയ ലാഭത്തിന് കിട്ടിയതാട്ടോ ഈ സാധനം. നെക്സ്റ്റ് ഈ ഒരു മിൻറ്റ് ഗ്രീൻ ഷെയ്ഡുള്ള ഒരു ടോപ്പാട്ടോ. ഇത് നല്ല പ്രീമിയം ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തപ്പോൾ ചുളുങ്ങിക്കൂടിയിരിക്കണോണ്ട് കേട്ടോ. ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് നമുക്ക് പാൻസിൻ്റെ കൂടെയും അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ കളർ കണ്ട് മാത്രം ഞാൻ എടുത്തതാണ്. ഇത് പിന്നെ റേറ്റും ഉണ്ടായില്ല, ഒരു 300 രൂപയ്ക്കാണ് കിട്ടിയത്. ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഇതിന്, അങ്ങനെ കിട്ടിയതാണ്. പക്ഷേ ഈ പീസ് കൊള്ളാട്ടോ കാണാനായിട്ട്. കാരണം ഒരു പ്രത്യേക ഒരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫോമലായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കോളർ പാറ്റേൺ ഒക്കെ ഇത്തിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ എടുത്തത്. ഇത് ഒരു കോളറാണെങ്കിലും വ്യത്യാസമുണ്ട്, മെറ്റീരിയൽ ആണെങ്കിലും കൊള്ളാം. എപ്പോഴും എന്താ പറയുക, ചുളുങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി എന്താ പറയുക, ഒരു രസമുള്ള ഫാബ്രിക്, ഇത്തിരി എന്താ പറയുക റിച്ച് ലുക്ക് തന്നെ ഫാബ്രിക് ആട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഒരു ഷർട്ടാണ് എടുത്തത് ആ സെയിം സ്റ്റോറിയിൽ. പിന്നെ അവിടുത്തെ സാറയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞാനും അമ്മവും കൂടി. സാറയിൽ നിന്ന് എടുത്തതാണ് ഈ ഒരു ബ്ലാക്ക് ടോപ്പ്. നേരത്തെ ഞാൻ കാണിച്ചില്ല, അമേരിക്കൻ ഈഗിളിൻ്റെ ഒരു ബ്ലാക്കും വൈറ്റും ടോപ്പ്, അതിനോട് സിമിലർ ആണ് കേട്ടോ ഇത്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈയിടെയായിട്ട് വൈറ്റ് നെക്കുള്ള ടോപ്പുകൾ ഭയങ്കര ഇഷ്ടം. ഒന്നാമത് എനിക്ക് ബ്രോഡ് ഷോൾഡർ ഭയങ്കര, അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലോസ്ഡ് നെക്കിനെക്കാളും എപ്പോഴും വൈഡ് നെക്കുകളാണ് ഭംഗിയെന്ന് തോന്നിയിട്ടുണ്ട്. എൻ്റെ ബോഡി പ്രൊപ്പോർഷനെക്കാളും എൻ്റെ ഷോൾഡർ കുറച്ചും കൂടി വിരിഞ്ഞ് നിൽക്കണതാണ്. അതുകൊണ്ട് വൈഡ് നെക്ക് ടോപ്പാണ് ഞാൻ വീണ്ടും എടുത്തേക്കുന്ന. ഈ ഒരു സ്ലീവിൻ്റെ പാറ്റേൺ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തതാണ് ഈ ഒരു ഐറ്റം. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. ഇതൊക്കെ നമുക്ക് എപ്പോഴും ക്യാഷ്വലായിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഐറ്റമാണ്. നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങണമെങ്കിൽ ഒരു ജീൻസ് എടുത്തിടുക, ഒരു ബ്ലാക്ക് ടീഷർട്ട് എടുത്തിടുക, ഗുഡ് ടു ഗോ. നെക്സ്റ്റ് ചാൾസ് ആൻഡ് കീത്തിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് ഐറ്റമാണ്. ചാൾസ് ആൻഡ് കീത്തിൽ നിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം പ്രീമിയം ബാഗ്സ് കിട്ടുന്ന ഒരു സ്റ്റോറാണ്. ലക്ഷറി എന്ന് പറയണേക്കാളും പ്രീമിയം ബാഗ്സ് ആണ്. ഇവരുടെ ഡിസൈൻസ് അടിപൊളിയാണ്. ഭയങ്കര കളർഫുൾ ഐറ്റംസിനെക്കാളും ഭയങ്കര ന്യൂട്രൽ ആയിട്ടുള്ള ബ്ലാക്ക്, വൈറ്റ്, അതുപോലെ തന്നെ പിങ്ക് ഒക്കെ ആണെങ്കിൽ തന്നെ റെയർലി ആണ് അവിടെ ബാഗ്സ് ഉള്ളൂ. ബാക്കി ബ്ലാക്കും വൈറ്റിനൊക്കെ കിഡിലും കളക്ഷൻ ആട്ടോ. അത് മാത്രമല്ല എൻ്റെ പൊന്നെ ലുക്ക് കാണണം ബാഗ്സിൻ്റെയൊക്കെ.
അടിപൊളി ലുക്കാണ് ബാഗൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മേടിച്ചതാണ് ഞാൻ. പിന്നെ ഞാനൊരു ഐറ്റം കൂടി മേടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ വേറൊരു ഐറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ അവരുടെ ചാൾസ് ആൻഡ് കീത്തിൽ നിന്ന് ഒരു വാലറ്റ് മേടിച്ചതാട്ടോ. കുറേ നാളായി എനിക്ക് നല്ലൊരു ബ്രാൻഡിൻ്റെ വാലറ്റ് വേണമെന്ന് തോന്നിയിട്ട് അങ്ങനെ ഞാൻ മേടിച്ചാണ്. പാക്കിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ, ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ചാൾസ് ആൻഡ് കീത്ത്. ബ്ലാക്കാണ് ഞാൻ എടുത്ത, കാരണം ഞാൻ ഭയങ്കര റഫ്ലി ആട്ടോ എൻ്റെ വാലറ്റ് യൂസ് ചെയ്യുന്നത്. ഒരു ബാഗിൽ നിന്ന് അടുത്ത ബാഗിലേക്ക് എടുത്തിടും, അങ്ങനെ മാറി എടുക്കുന്നതുകൊണ്ട് വൈറ്റും ഉണ്ടായിരുന്നു. പക്ഷെ വൈറ്റ് എടുക്കാണ്ട് ബുദ്ധിപൂർവ്വം ബ്ലാക്ക് എടുത്തു, കാരണം എനിക്കറിയാം ഇത് എത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ നിൽക്കൂ എന്നുള്ളത്, അഴുക്കാകും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് വാലറ്റ് എടുത്തത്. ഇതിലാണെങ്കിലും ഇത് ചാൾസ് ആൻഡ് കീത്ത് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്, ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് കുറേയേറെ കാർഡ്സ് ഇടാനായിട്ട് പറ്റും. ക്യാഷ് ഇടാൻ വേണ്ടി വലിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഇതിങ്ങനെ എടുത്തു പോർഷനും കൊടുത്തിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, മൊത്തത്തിൽ കുറേ ഐറ്റംസും കൊള്ളും. എന്നാൽ തന്നെ എനിക്ക് ചെറിയ സൈസാണ് ഇഷ്ടം, കാരണം എൻ്റെ ബാക്ക് പാക്കിലും എൻ്റെ സ്ലിംഗ് ബാഗിലൊക്കെ ഇടാൻ എളുപ്പത്തിന് ഇതുപോലെ ചെറിയ സൈസുള്ള വാലറ്റ്സാണ് എനിക്കിഷ്ടം. നെക്സ്റ്റ് ചാൾസ് ആൻഡ് കീത്തിൽ ഞാനൊരു ബാഗ് ആട്ടോ മേടിച്ചത്. ഇത് എന്ത് രസമാണ് നിങ്ങൾ നോക്കി കാണാൻ വേണ്ടിയിട്ട്. ഷോൾഡർ ബാഗാണ്. എന്നാൽ തന്നെ നമുക്ക് ഇത് സ്ലിംഗ് ബാഗും ഒക്കെ ആക്കി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സ്ട്രാപ്പ് നമ്മുടെ ലെങ്ത്ത് കാര്യങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഇത് ഭയങ്കര രസമുള്ളൊരു ബാഗാണ്. കാണിച്ചു തരാം എനിക്ക്. ഇത് കണ്ടോ, ഇതിൻ്റെ സ്ട്രാപ്പ് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളത്. പിന്നെ എന്താ പറയുക, നമുക്ക് ക്യാഷ്വലായിട്ടും ഒക്കെ ഇടാൻ പറ്റിയ ഒരു കൈൻഡ് ഓഫ് ബാഗാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഫുൾ സ്ട്രാപ്പ് ഇടാൻ നിന്ന സമയം ഉണ്ടാവില്ല. ഇത് ഇങ്ങനത്തെ ഒരു ലുക്കിലാണ് കണ്ടോ വന്നേക്കുന്ന ബാഗ്. പക്ഷെ ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ബാഗ് മേടിച്ചത്. ഈ ഒരു ബട്ടൺ ഹോൾ ഡീറ്റെയിലിങ്ങും ഈ ബക്കിളിൻ്റെ ആ ഒരു ലുക്കൊക്കെ കണ്ടിട്ടാണ് മേടിച്ചത്. നമുക്ക് സ്പോർട്ടി ആയിട്ടും ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലം ബാഗ് ആട്ടോ ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ താഴത്ത് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിന് തന്നെ സ്ലിങ് ഉണ്ട് ഉള്ളിൽ. ഓവർ സാധനങ്ങളൊന്നും കൊള്ളില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഒരു ഫോൺ കൊണ്ടെന്ന് പറയാം, കാരണം ഈ ഷേപ്പ് ആയതുകൊണ്ടിട്ട്. പിന്നെ വാലറ്റ് ഇരിക്കും. പിന്നെ അതായത് ഇതിൽ എക്സ്ട്രാ നമുക്കിനി ആഡ് ചെയ്യണമെങ്കിൽ ഒരു സ്ലിങ് ആക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു പീസും കൂടി തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പീസിനോട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊരു സ്ലിംഗ് ബാഗ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. വലിയ സ്ലിംഗ് ആക്കി എടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഒരു കൊറിയൻ ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക് ആട്ടോ. 3CE എന്ന് പറയുന്ന ബ്രാൻഡാണ്. പക്ഷേ ഇതിൻ്റെ ടെക്സ്ചർ ആണെങ്കിലും ഒരു കളറും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ്. നല്ലൊരു ഓറഞ്ചിഷ് റെഡ് ഷെയ്ഡാട്ടോ. പക്ഷേ എന്താ പറയുക, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഭയങ്കര ഇത്തിരി ബ്രൈറ്റ് ഷെയ്ഡാണ്. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യണ ഷെയ്ഡ്സിനേക്കാളും ഇത്തിരി ബ്രൈറ്റ് ഷെയ്ഡാണ്. നല്ലൊരു സ്ലീക്കായിട്ടുള്ള വാൻഡ ഇതിന് വന്നേക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേ ഇടുക്കാച്ചി ഷെയ്ഡാണ് ഇതിന്. ഒരു ഓറഞ്ചിഷ് റെഡ് ഷെയ്ഡാണ്. എനിക്ക് ഓറഞ്ച് ലിപ്സ്റ്റിക്കുകൾ ഭയങ്കര പ്രാന്തായിരുന്നു കേട്ടോ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ന്യൂഡ് ഷെയ്ഡ്സ് ട്രെൻഡിങ് ആയി തുടങ്ങിയപ്പോൾ അതിലോട്ട് ചേഞ്ച് ആയത്. പക്ഷേ എന്തോ എൻ്റെ മനസ്സ് എപ്പോഴും ഒരു ഓറഞ്ച് ഷെയ്ഡിലുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ ഒരു ഓറഞ്ച് ഷെയ്ഡ് എൻ്റെ ഇപ്പോൾ കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചത് കേട്ടോ. ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്. ഭയങ്കര ട്രാൻസ്ഫർ ചെയ്യാത്ത ഷെയ്ഡൊന്നും അല്ല. പക്ഷേ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, ട്രാൻസ്ഫർ ചെയ്യുന്ന ഷെയ്ഡാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഭയങ്കര മാറ്റല്ല, ഒരു വെൽവെറ്റ് മാറ്റാണ് ആ ഒരു ഫിനിഷ് വരുന്നത്. പക്ഷേ ഇത് നല്ലതാട്ടോ. അമ്മു ഇതിൻ്റെ വേറെ കളർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളോട് ഇടയ്ക്ക് പറയും, നീ എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാറുണ്ടല്ലോ, അപ്പം ഞാനും വന്നിട്ട് ആ ലിപ്സ്റ്റിക്കിൽ എനിക്കും കൂടി അവകാശം ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ മേടിച്ചാണ്. ഞങ്ങളിടയ്ക്ക് മാറിയേക്കും കേട്ടോ ഒരു ഐറ്റംസൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്. ഈ കാണിച്ചിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ഔട്ട്ഫിറ്റും ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. പ്രത്യേകിച്ച് ആ ഫാഷൻ അക്സസറി എന്നും പറയുന്ന ആ സ്റ്റോറിൽ കയറിയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് കേട്ടോ. എൻ്റെ അമ്മ യൂണീക്കായിട്ടുള്ള പീസസ് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്താ ഞാൻ കുറച്ചും കൂടിയൊക്കെ സാധനങ്ങൾ മേടിക്കാതിരുന്നതെന്ന്. കാരണം അത് മാത്രം മതി മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റിന് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ എന്താ പറയുക, നമ്മൾ ദുബായിൽ പോയ പോലെ കുറേ പച്ചക്കറിയും പലചരക്കും സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റിയില്ല. ഇവിടെ അധികം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റ്സിലേക്ക് പോയില്ല. നമ്മൾ പോണ വഴിക്ക് സ്ട്രീറ്റ്സിലൊക്കെ കാണുമ്പോൾ ഓരോ ഷോപ്പിലേക്ക് കയറി പർച്ചേസ് ചെയ്യുന്നല്ലാണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് കുറേ സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്നാലും താഴത്ത് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫേവറേറ്റ് ആ ജാക്കറ്റും കോഡ്രോയ് ഷർട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ക്യാപ്പ് ബാഗ് എല്ലാം എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കണ്ടാലോ. അതുവരേക്കും ബൈ.